കൊള്ളാമോ? കാലെല്ലാം ഐസായി ഓൾറെഡി 3 തവണ വീണു. ഇതൊക്കെ എന്റെ മണ്ടേ കിടക്കുന്നു. വീണ് തല്ലിയിട്ടിരിക്കുവാണേ. നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ദ മണാലി ട്രിപ്പ്. നമ്മൾ സോളൻ വാലിയിലോട്ടാണ് പോകുന്നത്. സോളൻ വാലി അകലെ ആ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് മുമ്പ് ഡ്രസ്സ് നമുക്ക് റെന്റിനെടുക്കണം. മഞ്ഞിൽ പോകാൻ വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സ് റെന്റിനെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ധരിക്കാതെ നമുക്ക് സ്നോയിൽ കളിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ സ്നോക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഈ ഡ്രസ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പം ഒരാളുടെ റെന്റ് എന്ന് പറയുന്നത് 250 ആണ്. സെറ്റാണോ? സെറ്റ് അസുവിന്റെ ഡ്രസ്സ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര ദേഷ്യത്തിലാണ്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. നല്ല പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്. പിന്നെ ഇക്ക സെറ്റ്, ഇക്കയുടെ ഫേവറേറ്റ് കളർ ബ്ലൂ കളറിൽ ഇക്ക സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം പോകുന്നത് സോളങ് വാലിയിലോട്ടാണ്. അപ്പോൾ സോളങ് വാലി എന്ന് പറയുമ്പോൾ ഫുൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. പാരാഗ്ലൈഡിങ്, സിപ്പ് ലൈൻ, സ്കൈയിങ്, അതുപോലെ സ്നോ സ്കൂട്ടർ, അങ്ങനെ വിവിധതരം ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോരുത്തർ വന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ, പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ടോ, സ്കൈയിങ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റേറ്റ് കൊണ്ടുവരും കേട്ടോ. ഓരോരുത്തരും ഓരോ റേറ്റാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യരുത്. കാരണം നമ്മൾ പിന്നീടും നമ്മൾ വേറെ നോക്കുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ച് തരും. അവരിൽ നിന്ന് മാത്രം ചൂസ് ചെയ്യുക. പോകുന്ന വഴിയിലൊക്കെ തന്നെയും ഫുള്ള് സ്നോ ആണ് കേട്ടോ. നമുക്ക് അത് തന്നെ നമുക്ക് കൺകൂർക്ക് കാണാൻ ഒരുപാട് കാഴ്ചയുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഇവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഈ അടൽ ടണലിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് സ്നോഫോളും കൂടി കിട്ടിയേനെ. പക്ഷേ ലക്കില്ലാതായിപ്പോയി. സോളങ് വാലിയിൽ സ്നോ കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ അടൽ ടണലിലോട്ടാണ് പോകുന്നത്. നമ്മൾ പിന്നെ ആദ്യമേ തന്നെ അടൽ ടണലിലോട്ടാണ് പോകുന്നത്. 10,000 അടി ഉയരത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ഈ അടൽ ടണൽ എന്ന് പറയുന്നത്. 2020 കേട്ടോ ഇതിന്റെ ഇനാഗുറേഷൻ നടന്നത്. റോങ്ടാങ് പാസിന്റെ അടിയിൽ കൂടി 9.02 കിലോമീറ്റർ മല തുരന്നിട്ടാട്ടോ ഈ ടണൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 10 വർഷം കൊണ്ടിട്ടാണ് പണി പൂർത്തിയാക്കിയത്. 2010 തുടങ്ങി 2020 ഇനാഗുറേറ്റ് ചെയ്തു. ഈ ടണൽ കഴിഞ്ഞ് എത്തുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, യാ മോനെ, അതൊരു കാഴ്ച തന്നെയാണ് കേട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല. കിട്ടിയ സമയം ഒന്നും പാഴാക്കാതെ നേരെ സ്നോയിൽ പോയി ഇറങ്ങി ഫുൾ അങ്ങ് അറുമാദിക്കുകയായിരുന്നു. അവിടെ ചെന്ന് എത്തിപ്പെട്ടാലും നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ. സമയം പോണതേ അറിയില്ല. സൂട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ആക്റ്റീവ് ആയിരുന്നു. ഞാൻ കരുതിയത് അവൻ കരയും, അവന് നമ്മുടെ തണുപ്പ് പിടിക്കത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവൻ ഞങ്ങളെക്കാളും ആക്റ്റീവായിരുന്നു. പിന്നെ ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് കേട്ടോ. എന്ന് പറഞ്ഞാൽ മുകളിലുള്ള കോട്ടെല്ലാം ഊരി മാറ്റി. കാരണം കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഊരി മാറ്റി. പക്ഷെ ഊരി മാറ്റിയാലൊന്നും അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്രയും തണുപ്പാണ്. എന്നാലും നമ്മൾ കുറച്ച് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു. കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. നമുക്ക് അവിടെ വെച്ച് കിട്ടിയ ക്യാമറാമാൻ നല്ല അടിപൊളി ചേട്ടനായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ എല്ലാ രീതിയിലും ഫോട്ടോസ് എടുത്തു തന്നു. അതുപോലെ ഞങ്ങൾക്ക് പല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ പുള്ളി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അവരെന്താണ് നെഹിചാഹി എന്ന് പറയുന്നതെന്ന് അറിയണ്ടേ? കുങ്കുമപ്പൂവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ കുങ്കുമപ്പൂവാണ് 150 ആണ് 250 ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും. പക്ഷെ അത് ഒറിജിനൽ അല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മൾ പക്ഷെ പുറത്തെ ഷോപ്പിൽ നല്ല ഒറിജിനൽ പൂ കിട്ടും കേട്ടോ. ഞാൻ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് ഇതുപോലെ സ്നോയിൽ ഇങ്ങനെ ഹാർട്ട് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഉയർത്തി കാണിക്കുന്നതൊക്കെ. പക്ഷെ അങ്ങനെ നോക്കിയതാണ്, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല കേട്ടോ. മനസ്സിലായില്ലേ?
നല്ല ഫ്രഷ് ഐസ് എടുക്കുവാണേ. നമ്മുടെ മലയിലെ മുകളിലുള്ള ഫ്രഷ് ഐസ് എങ്ങനെയുണ്ട്? നമ്മൾ ഐസ് വെള്ളം കുടിക്കുന്നതൊക്കെ ഉണ്ടോ? നോക്കട്ടെ, കൊള്ളാമോ? നാച്ചുറൽ തണുത്ത വെള്ളം അല്ലേ? ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ അടൻ ടണലിന്റെ ഫൈൻഡ് അപ്പ് ചെയ്യുവാണ് ഗൈസ്. പറ്റുന്നില്ല, അതാ ഇപ്പൊ നമ്മുടെ കാലൊക്കെ ഐസായിട്ടിരിക്കുവാണേ. ഒട്ടും പറ്റില്ല. നമുക്ക് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെ കാലൊക്കെ പൂന്നിട്ടിരിക്കുവാണ്. നമ്മുടെ കാലൊക്കെ ഐസായി പോകും കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയില്ല, അതിനുള്ളിൽ തന്നെ കാലെല്ലാം ഐസായി, കൈയെല്ലാം മരവിച്ച്. ഇതിന്റെ യാഥാസ്ഥിതിക എന്തെന്ന് വെച്ചാൽ നമുക്കൊന്നും നല്ല രീതിയിൽ നടക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. അതാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഓൾറെഡി 3 തവണ വീണത്. എൻ്റെ കൈ ഇടിച്ച് മുറിഞ്ഞെന്ന് തോന്നുന്നു, ജാക്കറ്റുള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഓൾറെഡി 3 തവണ വീണ് കഴിഞ്ഞു. വീണതിൻ്റെ അടയാളമാണ് ഈ കാണുന്നതൊക്കെ. പക്ഷെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ വന്നിരിക്കണം. മണാലിയോ കാശ്മീരോ എവിടെയെങ്കിലും ഒരു സ്നോ കാണാൻ വേണ്ടി നമ്മൾ വരണം. നമ്മൾ ഈ സ്നോയിൽ നിന്ന് ഇറങ്ങുന്ന പാട് കണ്ടോട്ടോ. നമുക്ക് നോർമലി ഉള്ള വാക്കിങ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടാണ് വന്നത്. ഇത് നമ്മൾ പിടിച്ചോളും, ഫ്രണ്ട് ചെയ്ത് പിടിക്കും. കാരണം ഞാൻ 2 തവണ വീണു. എന്നെ പിടിക്കാൻ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇക്ക എന്നെ മണ്ടേ കിടക്കും. എന്നെ രക്ഷപ്പെടുത്താൻ വന്നിട്ട് ഇക്ക എന്നെ മണ്ടേ കിടക്കുക. അത്രയ്ക്ക് പാടാണ്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും വീഴാൻ പാടില്ല. വീണ് തല്ലിയിട്ടിരിക്കുവാണേ. വീണ് കലങ്ങിയിരിക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു?